ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കോട്ടയം ഡ്രീംസ് മോളിൽ DS ഏറെ മൂവി കാണാനായിട്ട് പോവാണ്. കുറെ നാളായിട്ട് നമ്മളെല്ലാരും കൂടെ പ്ലാൻ ചെയ്യുമായിരുന്നു. അവസാനം ഇന്നാണ് നടന്നത്. നമ്മൾ കൊട്ടിയം ആവാറായി ഗൈസ്. അങ്ങനെ നമ്മളെല്ലാരും കൊട്ടിയത്ത് വെച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇനി ഡ്രീംസ് മോളിലോട്ട് നടക്കുക. ഫൈനലി ഞങ്ങളുടെ കുറെ നാളത്തെ ഒരു ട്രിപ്പ് ഇന്ന് സഫലമായി. സിനിമ കാണാൻ പോകുന്ന പ്ലാൻ. ഇവിടെ വെള്ളമില്ലാതെ സിനിമ കാണത്തില്ലെന്ന്. എനിക്ക് വെള്ളം എടുക്കാൻ ഇനി നമുക്ക് പുതിയതായിട്ട് നമുക്ക് ട്രയൽ നടത്താം. എന്ത് വെള്ളമില്ലാതെ എങ്ങനെ ചലഞ്ച്, വെള്ളമില്ലാതെ മേഘ എങ്ങനെ സർവൈവ് ചെയ്യും. ഇതിന് ഇവിടുന്ന് കിട്ടി കഴിച്ചു. ആരുടെ ബർത്ത്ഡേയുടെ ആദ്യം ചെലവാണ്. എനിക്ക് 18 വയസ്സായി. 20-21 വയസ്സായി. 21 കേളവി. പെപ്പെ പ്ലാനറ്റ് പെപ്പെ ആണല്ലോ. നമ്മൾ അവസാനം സിനിമ കാണാൻ ചെയ്തിരിക്കുന്നു. എന്റെ പ്ലാൻ ഗൈസ്, അങ്ങനെ നമ്മൾ ടിക്കറ്റ് കാണിച്ചകത്ത് കയറി. ഇത് മേടിക്ക്. ഇവിടുത്തെ ഡോറ് കൊള്ളാട്. ഇത് സിനിമ തുടങ്ങിയെന്ന് തോന്നുന്നു. അവളുമാരും കൂടെ വരട്ടെ. എന്തടി നിന്റെ പേഴ്സ് അങ്ങനെ നമ്മൾ സിനിമ കാണാൻ നടന്ന പ്ലാനിങ്ങിന് ശേഷം സിനിമ കാണാൻ എത്തിയിരിക്കുന്നു. സിനിമ കാണാൻ കയറിയിരിക്കുന്നു. പ്രണവമല്ലാതെ ഹൊറർ ആദ്യമായിട്ട് ഞാൻ ഹൊറർ മൂവി കാണാൻ തിയേറ്ററിൽ വരുന്നത്. ആരോഗ്യത്തിന് ഹാനികരം, അർബുദത്തിന് കാരണം. ഗൈസ്, അങ്ങനെ ഇന്റർമിഷനായി. വേഗം ടൊഴിറ്റ് പോയി. സാന്ദ്ര നിലവിളിയോട് എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്? എങ്ങനെയുണ്ട്? എനിക്ക് പറയാണെങ്കിൽ ബോറടിച്ച് എനിക്ക് നല്ല രീതിയിൽ. നമ്മളിൽ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടിട്ട് ഇതൊക്കെ നമുക്കൊന്നും തോന്നുന്നു. കണ്ടു പരിചയമുള്ളതുകൊണ്ട് ഒന്നും തോന്നുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് യാത്രയ്ക്ക് ഇരുന്ന് കാണുന്നത്. പക്ഷെ അങ്ങനെ കണ്ടു വളരാത്ത കുറെ പേർക്ക് ഭയങ്കര പേടിയായിരിക്കും. ചാന്ദ്രയുടെ പേടിച്ച് തൂറി. എന്റെ ഇവിടൊക്കെ വന്ന് കിടത്തി ഞാൻ പിന്നെ കണ്ണടച്ചോളാം. അങ്ങനെ നമ്മൾ സിനിമ കാണാനായിട്ട് ബാക്കി പകുതി കാണാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ തുറക്കുന്ന സാധനം ഞാൻ ഫോൺ എടുത്തോണ്ടാണോ? സിനിമ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഹൊറർ എന്റർടൈൻമെന്റ്, ഞങ്ങള് ഹൊറർ സിനിമ എന്റർടൈൻമെന്റ് ആക്കി. മൂവി എനിക്കൊന്നും പറയാനില്ല. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കുറെ ഞെട്ടിട്ട് പറയാനേ എന്താ ഈ സിനിമ ഇങ്ങനെയൊക്കെയാന്ന് അറിഞ്ഞില്ലല്ലോ. ഗൈസ്, അങ്ങനെ നമ്മൾ സിനിമയെല്ലാം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാണുമായിരിക്കും.
നമ്മൾ ഫുഡ് അടിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. ബിജോയ്സ് അങ്ങോട്ട് പോകുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, അതിന്റെ ഗൈസ് കട എവിടെയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടിയത്ത് പുതിയതായിട്ടൊരു മന്തിക്കട തുടങ്ങി. ഇനി നമ്മളിങ്ങനെ ഒരു വീഡിയോക്കകത്ത് കണ്ട്, അപ്പൊ അത് വെച്ചിട്ട് പോവാണ്. ആദ്യമേ മന്തി മനസ്സിലായിരുന്നു പ്ലാൻ ചെയ്ത്, പിന്നെ അത് ദൂരെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ആ പ്ലാനിങ് ക്യാൻസൽ ചെയ്ത്. അങ്ങനെ നമ്മൾ കൊട്ടിയത്തെ തെരുവുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രീറ്റ് ഗേൾസ്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പറ ഒരു ഫുൾ അൽഫാം മന്തി. എല്ലാ അൽഫാം മന്തി ഒരു ഫുള്ള്, ഒരു ഹാഫ്, ഒരു ക്വാർട്ടർ. നമ്മളെ വെള്ളം ഇങ്ങനത്തെ ഇതല്ലേ? ഗൈസ് നമ്മളൊരു ഫുൾ അൽഫാം മന്തി, ഹാഫ് അൽഫാം മന്തി, അതേപോലെ തന്നെ ക്വാർട്ടർ അൽഫാം മന്തിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ക്യൂട്ട്നെസ് വാരി എറിയുന്ന സാന്ദ്ര മെഴുകുന്നു. പേടിച്ചു സിനിമ കണ്ട് പേടിച്ചു പേടിച്ച് എന്റെ ഇവിടെ കരഞ്ഞ് കണ്ണീരൊക്കെ ആക്കി ഗൈസ്. അവളെ കൈ ഞാൻ മുറിച്ചു, അവളെ കൈ അള്ളിക്ക് കാണിച്ചോ എന്റെ ബർത്ത്ഡേ കിട്ടിയാണ് കേട്ടോ. എന്റെ ചിലവ് ഇവർക്ക് എല്ലാവർക്കും ചുമ്മാ തള്ളി വെക്കുകയാണ്. എന്റെ വകയാണ് കേട്ടോ. ഒരു സെവനപ്പെങ്കിലും മേടിച്ചതാ, ഒരു സെവനപ്പെങ്കിലും. അങ്ങനെ 2 പെപ്സി 45 രൂപ 2 പെപ്സി ഉണ്ടാ. അങ്ങനെ നമ്മുടെ മന്തി എല്ലാം വന്നിട്ടുണ്ട്. നമ്മളെല്ലാരും കഴിക്കാൻ തുടങ്ങി. കൂടി ഇത് മാറ്റിട്ട് അടച്ചു വെക്കണേ, ഗ്യാസ് പോവാൻ. ആദ്യമായിട്ട് മേടിച്ചോണ്ട ചിക്കനാണത്. കിട്ടി നിന്നെ എടുക്കണ്ടേ ചേട്ടാ? ഇത് ഓണാക്കിട്ട് താടി. ഓണാണോ? എന്തോ അമര തിന്നുന്നേ? എന്താ നീ തിന്നുന്ന എങ്ങനെ ഞാനും തിന്നുന്നത്? ഓക്കെ, ആരെങ്കിലും പോസ്റ്റ് ചെയ്യടേ. ആരെങ്കിലും പോസ്റ്റ് ചെയ്യടേ. ആദ്യം എങ്ങനെ ഇംഗ്ലീഷ് കറി നമുക്ക് മന്തി മാറ്റി പിടിക്കണം. എന്തോ ലബാൻ ഉണ്ടല്ലോ. എന്തൊരു ലബാൻ? ഫാർസി ലബാൻ. അവിടെ വേണ്ടേ? ഇല്ലാത്തോണ്ട് എന്താ പറയാ, അതായപ്പോഴ വീട്. നമുക്കിവിടെ ഒരു മിറർ ഫോട്ടോ എടുത്താലോ? നീ ഇടുന്നത് എടുക്കണ്ടേ? ലിപ്സ്റ്റിക് ഇടുന്നത്
ഗൈസ് അവര് പേ ചെയ്യുകയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി തിരിച്ചെല്ലാരും വീട്ടിൽ പോവുകയാണ്. നീ എങ്ങനെ വന്നേ? സ്കൂട്ടിലാണോ വന്നത്? നീ സ്കൂട്ടിലാണോ വന്നത്? ഞാൻ സ്കൂട്ടിലല്ല വന്നത്, നമ്മൾ സ്കൂട്ടിയിലാണ് വന്നത്. സ്കൂട്ടിലാണോ വന്നത്? ബസ്സില്. കണ്ണുകൾ കാണിക്കൂ, സാന്ദ്രയുടെ കണ്ണുകൾ നോക്കൂ. ഗൈസ് അങ്ങനെ ഇന്ന് നമ്മുടെ ദിവസം അടിപൊളിയായിട്ട് പോയി. ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ അല്ലേ? ഉള്ള വർഷങ്ങൾ എത്ര കഴിഞ്ഞു പോയാലും നമുക്ക് ഈ ഒരു ബ്ലോഗ് ഒക്കെ കണ്ടിങ്ങനെ ചില്ലടിക്കാം. ടൂറും കൂടെ കിട്ടിയ അടിപൊളിയായ നമ്മള് സൺകിസ് അടിച്ച് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് പറയുന്നത് കൊട എടുക്കാതെ തോന്നുന്നു. നമ്മള് കൊണ്ടുവന്ന ബാഗ് ഉണ്ടോ? ആണാ ഈ ബാഗിനകത്ത് കൊട ഇരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? കൊട എടുക്കാത്ത എന്താ പിള്ളേരെ? നമ്മൾ പിന്നെ സമയത്ത് കരിഞ്ഞിരിക്കൂടെ അപ്പുറത്തിറങ്ങിയാലോ? അപ്പുറത്ത് എന്നെയും കൂടെ കൊണ്ടുപോടി. നമ്മളങ്ങനെ കൊട്ടിയം തെരുവുകളിലൂടെ നടക്കുകയാണ്. ഇനി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. നാളെ നമ്മുടെ കോളേജില് കേരളപ്പിറവിയുടെ പരിപാടിയാ. ഞാൻ സെറ്റ് മുണ്ട് പഠിക്കുന്നു. പ്ലാൻ ചെയ്ത പോലെ നടന്നിരിക്കുന്നു. നമ്മൾ സിനിമ കണ്ടാകത്തെ അടിയായിരുന്നു. എന്തോന്ന് സിനിമ കാണാൻ വരുന്നില്ല, വരുന്നില്ല തന്നെ. പൈസ ഇല്ല, ഫണ്ടില്ല. അവസാനം എല്ലാം ഒത്തു വന്നു. ഞാൻ തന്നെ വേണം. ഞാനാണ് ആദ്യം പറയുന്നത്. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് വരാൻ വയ്യ. ആരാദ്യം പറഞ്ഞു? ആദ്യം പറഞ്ഞില്ലേ? എന്തോ സാധാരണ എല്ലാ പ്ലാനും ഞാൻ ചാടി ഇറങ്ങുന്നയാ. ആരാദ്യം പറഞ്ഞെന്ന്? ഈ തവണ ഞാനായിരുന്നു പിന്നെ ഉടക്ക് പറഞ്ഞത്. ഉടക്ക് പറഞ്ഞത്. ഗൈസ് നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണ്. എനിക്കൊരു ശ്രദ്ധയില്ല ഗൈസ് എന്നെ കൊണ്ടുപോകുമ്പം. കണ്ണ് എനിക്ക് മാത്രമല്ല അവക്കുമുണ്ട് അല്ലേ? ഇയാള് അത് അതിലേക്കൂടെ നടക്കണ്ടല്ലേന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പുറത്ത് ആക്കിയിട്ട് ആ ബൈക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ പോയാ. അതാ അവൻ നോക്കാതെ വന്നതിന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നോക്കണ്ടേ? ഇൻഷുറൻസ് ഉണ്ടോ എന്തോ? ആർക്ക്? എനിക്ക് എനിക്കില്ല ലൈഫ് ഇൻഷുറൻസ് ഒന്നും. എനിക്കും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഹെൽത്തി ഓൾറെഡി. ഹെൽത്ത് ഉള്ളല്ലേ? പൈസ കിട്ടത്തില്ല. പൈസ പോലും കിട്ടത്തില്ല. അവർക്ക് വണ്ടിയുടെ പൈസ എങ്കിലും കിട്ടും. വണ്ടിക്ക് ഇൻഷുറൻസ് വേണം. അതുകൊണ്ട് സൃഷ്ടി കണ്ടു പോണേ. നമ്മൾ ഇനി അതിന്റെ പൈസയും കൂടെ ചോദിക്കാൻ വയ്യ. നമ്മള് ചത്തുപോയി പിന്നെ ആര് ചോദിക്കാനാണ്? ഞാനും കാണത്തില്ല. നമ്മൾ രണ്ടുപേരും നാളത്തെ പരിപാടിക്കിടാനായിട്ട് ഒരു സെറ്റ് മുണ്ടും വാങ്ങിച്ച്, ഞാൻ കസവിന്റെ സെറ്റ് മുണ്ടും സാന്ദ്ര റെഡ് കര വരുന്ന സെറ്റ് മുണ്ടുമാണ് വാങ്ങിച്ചത്. അതിന്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഇതിപ്പം ബില്ലടച്ചോണ്ടിരിക്കുക. സാന്ദ്രയുടെ സെറ്റ് മുണ്ടിനും ബ്ലൗസ് നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ചായ വേണം, നമുക്ക് കൂടെ കൈവയ്ക്കില്ല. ഓട്ടിക്ക് സാന്ദ്ര കിട്ടുന്നില്ല ഗൈസ്. ഇനിയിപ്പോ സിമ്പിളും അല്ല നോക്കാം. അപ്പുറത്ത് നോക്കുന്ന നോക്കായിരുന്നല്ലേ? അങ്ങനെ അവസാനം സാന്ദ്രയ്ക്ക് ഒരു ബ്ലൗസ് പീസ് കിട്ടി ഗൈസ്. പൈസ അടച്ചോണ്ടിരിക്കുക ഗൈസ്. അങ്ങനെ നമ്മുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. പൂവും മേടിച്ച് നാളെ വെക്കാനുള്ള. നമ്മളിനി ക്രോസ് ചെയ്തിട്ട് ബസ്സിൽ കയറി വീട്ടിൽ പോവാണ്.
അപ്പൊ ഗൈസ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.